ഹലോ എവരിവൺ, ഞാൻ ശരത്. അപ്പോൾ ഫൈനലി നമ്മളെല്ലാവരും കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഇത്രയും ഹൈപ്പ് സത്യം പറഞ്ഞ MCU ലാസ്റ്റ് നോവേ ഹോമിനായിരുന്നുകൊണ്ട് ഇത്രയും ഹൈപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ ഹൈപ്പ് ചെയ്ത് കാത്തിരുന്ന് ലാസ്റ്റ് ഇന്ന് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ റിലീസായേക്കാണ്. പടം കണ്ടു കഴിഞ്ഞ് കുറച്ചു നേരമായിട്ടുള്ളൂ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിവ്യൂ എന്നുള്ള റിവ്യൂ റിവ്യൂ ആയിട്ട് വേണമെങ്കിൽ റിവ്യൂ ആണ് സത്യം പറഞ്ഞ, ഒപ്പീനിയൻ എന്ന് പറയുന്ന റിവ്യൂ ആണല്ലോ. എന്നാൽ പോലും എനിക്ക് ഈ സിനിമയെ പറ്റി സംസാരിക്കാനാണെങ്കിൽ കുറേ ഉണ്ട് സത്യം പറഞ്ഞു. ഞാൻ അങ്ങനെ മൊത്തത്തിലിരുന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്നൊന്നും തീരുമൊന്നുമില്ല ഈ വീഡിയോ. ഞാൻ അതുകൊണ്ട് സ്പോയിലർ ഒന്നും ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ചെറിയ രീതിയിൽ എന്തെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാൻ നോക്കാം. ഈ സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയിലെ വെബ് സ്വിങ്ങിങ് സീക്വൻസ്, ഫൈറ്റ് സീക്വൻസ്, ഇമോഷണൽ സീക്വൻസസ്, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിന്റെ യൂട്ടിലൈസേഷൻ എല്ലാം ജസ്റ്റ് അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സത്യം പറയാലോ, ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഇത് എത്രത്തോളം പണം ഒരു സ്പൈഡർമാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു സ്പൈഡർമാൻ മൂവി എന്നുള്ള നിലയിൽ അവർ അതിനോടൊരു നീതി പുലർത്തും എന്നുള്ളതായിരുന്നു. ബട്ട് ഡസ്റ്റിൻ ഡാനിയൽ ക്രിച്ചൻ, ഈ മനുഷ്യൻ തന്നെയാണ് ഷങ്ചി സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ള വണ്ടർമാൻ എന്ന് പറഞ്ഞ സീരീസ് ഇങ്ങനെ തന്നെയായിരുന്നു. ഈ സത്യം പറഞ്ഞ ഈ പുള്ളി ഓരോരോ വർക്കുകളും ഓരോരോ പ്രൊജക്റ്റുകൾ മാർവൽ ചെയ്യും തോറും നമുക്ക് ഈ ഒരു മനുഷ്യൻ ഇനിയും സിനിമകൾ ഡയറക്റ്റ് ചെയ്യണം. ഞാനിപ്പോ ഈ മനുഷ്യനെ കയ്യിൽ നിന്ന് ഒരു സ്പൈഡർമാൻ 5ഓ 6ഓ ഇനി അതല്ല ഷങ്ചി 2ഓ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഐ ആം ഹാപ്പി. ഈ മനുഷ്യൻ ലൈക്ക് എവ്രിതിങ്, ലൈക്ക് ആ ക്യാരക്ടറിനെ ഫുള്ള് സ്റ്റഡി ചെയ്ത് ഇരുന്നും പഠിച്ച് മനസ്സിലാക്കി ആൾക്കാർക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കി ഡെലിവറി ചെയ്യുന്ന കാര്യത്തിൽ മാൻ ഹി ഈസ് ജസ്റ്റ് ടു ഗുഡ്. എൻ്റെ അഭിപ്രായത്തിൽ സത്യം പറഞ്ഞാൽ സ്പൈഡർമാൻ 2 ആയിരുന്നു എനിക്ക് പേഴ്സണലി ബെസ്റ്റ് സ്പൈഡർമാൻ പടം. പക്ഷെ ആസ് ഓഫ് ടുഡേ എനിക്ക് ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പറയാം, അത് പടം കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ഇതിൽ പറയുന്നതല്ല, ഞാൻ ഇത്രയ്ക്കും ഒരു സ്പൈഡർമാൻ പടം ഇരുന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രാൻഡ് ന്യൂ ഡേ ആണ്. ഈവൻ നോവേ ഹോം പോലും എനിക്ക് പലരും ഇപ്പൊ പറയും നോവേ ഹോമിന്റെ അത്രയും ഇല്ല. നോവേ ഹോം എന്ന് പറയുന്നത് ചുരുക്കി പറയാലോ സ്പൈഡർമാൻ പ്രൊജക്ട് എന്നുള്ളേക്കാൾ കൂടുതൽ ഒരു മൾട്ടിവേഴ്സ് പ്രൊജക്ട് ആയിരുന്നു. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന സിനിമയ്ക്കും ഈ ഒരു മൾട്ടിവേഴ്സ് ആകിക്കും ഒരു തുടക്കം, എവിടെയെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. അതായിരുന്നു നോവേ ഹോം. മാത്രമല്ല പീറ്റർ പാർക്കർ ആണ് ഈ ഒരു യൂണിവേഴ്സിലെ മെയിൻ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ ഒബ്വിയസ്ലി പീറ്റർ പാർക്കറിനെ വെച്ച് ആ ഒരു സിനിമ ചെയ്യാൻ, ഒരു മൾട്ടിവേഴ്സ് കൺസെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലതാണ്. മാത്രമല്ല ഇനിയിപ്പോൾ നമുക്ക് ടോബി മഗ്വയർ ഉണ്ട്, ആൻഡ്രൂ ഗാർഫീൽഡ് ഉണ്ട്, ഇവരെയൊക്കെ റെഫറൻസ് ആയിട്ട് നമുക്ക് അതായിരുന്നു നോവേ ഹോം. ഫുള്ളൊരു നൊസ്റ്റാൾജിയ ട്രിപ്പ് വരെയായിരുന്നു. അപ്പൊ ആ ഒരു സിനിമ കൂടുതൽ സ്പൈഡർമാൻ എക്സ്പീരിയൻസ് എന്നുള്ളേക്കാളും കൂടുതൽ ഒരു മൾട്ടിവേഴ്സ് ഉണ്ട്. സ്പൈഡർമാൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, കുറെ ഗൂസ് ബംപ്സ് ഉണ്ടെങ്കിലും ആസ് എ ഫുൾ ഓൺ സ്പൈഡർമാൻ മൂവി എന്നുള്ള നിലയ്ക്ക് എനിക്ക് സ്പൈഡർമാൻ 2വിനേക്കാളും ഇഷ്ടമായ സത്യം പറഞ്ഞ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആണ്. അതിന് ഞാൻ പറഞ്ഞില്ലേ ഓരോരോ ഇമോഷൻ സീക്വൻസ്. ഇപ്പൊ സ്പൈഡർമാൻ 2വിലെ MJ പീറ്റർ പാർക്കർ സീക്വൻസ് എനിക്ക് സത്യം പറയല്ലോ, എനിക്ക് MJനെ ആ സ്പൈഡർമാൻ 2വിലുള്ള കണ്ണെടുത്താ കണ്ടുകൂടെ എനിക്ക് മേരി ജേനെ. പക്ഷെ ഇതിൽ MJ മിഷേൽ ജോൺസ് ബ്രാൻഡ് ന്യൂ ഡേ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാം ഈ ഹോം കമ്മിങ് അല്ലെങ്കിൽ ഫാർ ഫ്രം ഹോം, നോവേ ഹോം, ഇതിനുള്ളിൽ ഇവർ ബിൽഡ് ചെയ്യുന്ന ആ ഒരു കണക്ഷൻ, ആ റൊമാൻറ്റിക് കണക്ഷൻ, ഇത് എവിടെ ചെന്ന് കൾമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവരിത് എങ്ങനെയാണ് ഓരോന്നിനെ ഹാൻഡിൽ, ഈ കാര്യങ്ങളൊക്കെ അവിടെ ഈ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇമോഷണൽ മൊത്തത്തിലുള്ള ഒരു ഇമോഷണൽ ആംഗിൾ സിനിമയിലുള്ളത് നല്ലപോലെ വർക്ക് ആവുന്നത് അതുകൊണ്ട് തന്നെയാണ്. സോ ഐ ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഇസ് പീക്ക് സിനിമ. ഇതിൽ പിന്നെ പടം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ബട്ട് ഒബ്വിയസ്ലി ഇനി ഡൂംസ് ഡേ വരുന്നുണ്ട്, സീക്രട്ട് വാർസ് വരുന്നുണ്ട്, ഇനിയിപ്പോ MCUവിൽ ഈ 2 സിനിമ മാത്രമേ വരാനുള്ളൂ, ഇതിനിടയിൽ സിനിമകളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അനൗൺസ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് പാന്തർ 3 ആണെങ്കിലും ഗോസ്റ്റ് റൈഡർ ആണെങ്കിലും ഐ എം വെരി എക്സൈറ്റഡ്. ഗോസ്റ്റ് റൈഡറിന് വരെ അനൗൺസ് ചെയ്ത് MCUവിൽ ഫൈനലി. ബട്ട് എനിവേ ഇനി വരുന്ന പ്രൊജക്ട്സ് എല്ലാം ഇനി സീക്രട്ട് വാർസിന് ശേഷം വരുന്നത് ഫുൾ ഒരു MCU റീബൂട്ട് കഴിഞ്ഞിട്ട് വരുന്നതാണെന്ന് കേൾക്കുന്നുണ്ട്. അതായത് പുതിയൊരു MCU എന്നുള്ള രീതിയിൽ, അതായത് ഇത്രയും നാൾ നമ്മൾ കണ്ടുവന്ന MCU ആയിരിക്കില്ല ഇനി, പക്ഷെ പല ആക്ടേഴ്സും അവരുടെ ക്യാരക്ടേഴ്സിനെ തന്നെ പ്ലേ ചെയ്യണമായിരിക്കും എന്നുള്ള കേൾക്കണുണ്ട്. അറിയില്ല, കണ്ടറിയണം എങ്ങനെയാണെങ്കിലും. ബട്ട് ആസ് എ മൂവി ഈ സിനിമ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ പല ക്വസ്റ്റ്യൻസ് എൻ്റെ ഉള്ളിൽ നിന്നിരുന്നു. അതായത് ഇനി സ്പൈഡർമാൻ്റെ ഫ്യൂച്ചർ അങ്ങോട്ട്, ഇതിനുള്ളിലുള്ള ക്യാരക്ടേഴ്സിന് പലരുടെയും ഫ്യൂച്ചറിന് എന്താണ് ഇനി. കാരണം ഇനിയുള്ള 2 സിനിമ എന്ന് പറയുന്നത് ഡൂംസ് ഡേ, സീക്രട്ട് വാർസ്. ഇതിനിടയിൽ വല്ല വെബ് സീരീസ് അവർ ഇറക്കുമോ എനിക്ക് അറിയില്ല. ഡെയർ ഡെവിൾ ബോൺ അഗൈൻ സീസൺ 3 വലുതും വരുമോ എനിക്ക് അറിയില്ല. ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ബട്ട് ഈവൻ ദെൻ എൻ്റെ മൈൻഡിൽ നിൽക്കുന്ന ചോദ്യം അതാണ്. ഇതിലിപ്പോൾ ഹൾക്കിനെ കാണിക്കുന്നുണ്ട്, ഹൾക്കിന്റെ ഫ്യൂച്ചർ എന്താ? സ്പൈഡർമാന്റെ ഫ്യൂച്ചർ എന്താ? പണിഷറിന്റെ ഫ്യൂച്ചർ എന്താ?
ഇതുപോലെ തന്നെ വേറൊരു മെയിൻ ക്യാരക്ടർ കാണിക്കുന്ന സ്പോയിലറോ ഞാൻ പറയണില്ല, പക്ഷെ വൺ ഓഫ് ദ മെയിൻ, ഇനി സത്യം പറഞ്ഞ MCU വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് നിൽക്കേണ്ട ഒരു ക്യാരക്ടറിനെ സിനിമ കാണിക്കുന്നുണ്ട്. ഈ സിനിമയിലും ആ ഒരു കഥാപാത്രം ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോ ഈ ഒരു ക്യാരക്ടർ ആണെങ്കിലും അവരുടെ ഫ്യൂച്ചർ എന്താണ് ഇനി അടുത്ത്, ഇതെല്ലാം അറിയാനായിട്ടൊരു ക്വസ്റ്റ്യൻ എൻ്റെ മാത്രമല്ല, പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആണെങ്കിലും ഒരൊറ്റ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതാണെങ്കിലും അത് എൻ്റെതും ഒക്കെ മൊത്തത്തിൽ എനിക്കൊരു ഇതെന്താ നടക്കാൻ പോകുന്നത് എന്നുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒരു ക്ലിഫ് ഹാങ്ങർ നിർത്തിയൊരു ഫീൽ ഉണ്ട്. ഒബ്വിയസ്ലി ഇനി ഈ വർഷം ഡൂംസ്ഡേ വരും, ഡൂംസ്ഡേയും പിന്നെ ഇപ്പോ സീക്രട്ട് വാഴ്സും വരുന്നുണ്ട്. ആൾക്കാർ പല കാര്യങ്ങളും ഹൈപ്പ് വെച്ച് അതുണ്ടാവും ഇതുണ്ടാവും. ഞാൻ ജസ്റ്റ് പടം വരട്ടെ, എന്താണെന്നുള്ളത് നമുക്ക് ഇനി അപ്പ കാണാം എന്നുള്ളതിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. ബട്ട് ഹാൻഡ്സ് ഡൗൺ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പൈഡർമാൻ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. മാൻ, ശരിയാണ്, തിയേറ്ററിലെ എനർജി ഒബ്വിയസ്ലി അതിനൊരു റോള് പങ്കുവഹിക്കുന്നു പറയും. പക്ഷെ എന്റെ കേസിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ തിയേറ്റർ സത്യം പറഞ്ഞ കാലി എന്നുള്ളതല്ല, ഒരു ആരും ഒച്ച വെക്കുന്നുണ്ടായിരുന്നില്ല, ആരും വിസിലുള്ളി, 2-3 പേര് വിസിൽ വിളിക്കുന്നു എന്നുള്ളതല്ല, അതെല്ലാവരും സൈലന്റ് ആയിരുന്നു. ഡിസ്പൈറ്റ് ദാറ്റ്, അങ്ങനെ ആയിരുന്നിട്ട് പോലും ഞാൻ ഇത്രയും അധികം ഒരു സ്പൈഡർമാൻ സിനിമ എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ സംശയമാണ്. കാരണം ജസ്റ്റ് ഓസം പറയില്ലേ, ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ഇത്രയും നാള് ഞാൻ കാത്തിരുന്ന സ്പൈഡർമാൻ്റെ. ഇപ്പോഴാണ് ടോം ഹോളണ്ട് സ്പൈഡർമാൻ ആയത്. ഇത്രയും കാലം എൻ്റെ ഉള്ളിൽ ഒരു അയൺ ബോയ് ജൂനിയർ എന്നുള്ള വൈബായിരുന്നു. ഇപ്പോ അങ്ങേര് സ്പൈഡർമാൻ ആയി. ആ ഒരു മൊത്തത്തിൽ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള മനുഷ്യൻ, ഞാനാണ് സ്പൈഡർമാൻ എന്നുള്ളത്. ഇനി എനിക്ക് ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ പടങ്ങൾ കാണാനായിട്ട് ഹൈപ്പ് കൂടുതലാണ്. കാരണം ടോം ഹോളണ്ട് ഇതിലിപ്പോ കാണിക്കുന്നുണ്ട്, എല്ലാവർക്കും ട്രെയിലർ മനസ്സിലാവും, ഓർഗാനിക് വെബിങ് വരുന്നു, കൂടുതൽ പവർഫുൾ ആവുന്നു. സോ ഒബ്വിയസ്ലി പല ആസ്പെക്റ്റും അവിടെ കിടക്കുമ്പോൾ ഇനി എന്താണ് ഇവരുടെ ഫ്യൂച്ചർ, ഇനി ഇവരുടെ എല്ലാ തരത്തിലും ജസ്റ്റ് ഞാൻ പറയാം, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, ഞാനാണ് ഫുള്ളി കൺഫ്യൂസ്ഡ് ആവാണ് റിവ്യൂ ചെയ്യുമ്പോൾ. കാരണം ജസ്റ്റ് ഓസം ജസ്റ്റ് ഓസം. ഇതിലും നല്ലൊരു സ്പൈഡർമാൻ പടം ഞാൻ ഇനി അടുത്ത വല്ലതും വരണം. ഞാൻ പറയുമ്പോൾ പലരും പറയും ഇതിനും മാത്രം നല്ല സിനിമ ഉണ്ടോ. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ നോവേ ഹോമൊക്കെ ആയിട്ട് റിവ്യൂ അല്ലെങ്കിൽ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അത് ജസ്റ്റ് സത്യം പറഞ്ഞാൽ അങ്ങനെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ജസ്റ്റ് സ്റ്റൂപ്പിഡ് കമ്പാരിസൺ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നോവേ ഹോം എന്ന് പറഞ്ഞാൽ മൾട്ടിവേഴ്സ് പ്രൊജക്റ്റ് ആണ്, ഇത് മൾട്ടിവേഴ്സ് പ്രൊജക്റ്റ് അല്ല. ഇത് ലിറ്ററലി ഒരു സോളോ സ്പൈഡർമാൻ പടം എന്താണോ അത് തന്നെയാണ്. ഇതിലുണ്ട്, ഹൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോ പണിഷർ ഉണ്ട്, ഇവരൊക്കെ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അവർ MCUലുള്ള ക്യാരക്ടേഴ്സ് ആണ്. എന്നാൽ പോലും ഈ സ്റ്റോറിക്ക് അവർ റിക്വയർഡുമാണ്. നമ്മൾ എന്തിനാ അവർ വന്നു പോയെന്ന് തോന്നിയാലും ആ സ്റ്റോറിക്ക് അവർ റിക്വയർഡാണ്. കാരണം പല ആസ്പെക്റ്റുകളും അവരായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെയും കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ പോലും, എന്നാൽ പോലും സത്യം പറയല്ലോ, അപ്പോഴും പണിഷറിനാണെങ്കിൽ പോലും ഇന്നവേ പണിഷറിനെ അവർ യൂസ് ചെയ്യാൻ നന്നായി. കാരണം പണിഷറിനെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. സോ എവ്രി വേ, ജസ്റ്റ് ഇൻ എവ്രി വേ ഇതൊരു ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി എവർ. സ്പൈഡർമാൻ ഗെയിം കളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടുണ്ടോ? കുട്ടിക്കാലം തൊട്ടേ നിങ്ങൾ സ്പൈഡർമാൻ ഫാൻ, നിങ്ങൾ ഡൈ ഹാർട്ട് സ്പൈഡർമാൻ ഫാൻ ആണോ? ഗോ വാച്ച് ദ മൂവി, ജസ്റ്റ് അബ്സല്യൂട്ട്ലി എൻജോയ് ഇറ്റ്. ഇതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് സ്പൈഡർമാൻ എക്സ്പീരിയൻസ്. മാത്രമല്ല ഈ പടം സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഡൗട്ട് അടിച്ച് പോയി കണ്ട പടമായിരുന്നു. കാരണം ഇതിൽ ഇത്രയും ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നു, കുറെ വില്ലന്മാരെ കാണിക്കുന്നു ഈ സിനിമയിൽ. ഇത് ആരാണ് ഇതിൽ മെയിൻ വില്ലൻ, എന്താണ് ഈ പടം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പല ചോദ്യങ്ങളും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ബട്ട് ഫൈനലി ഈ പടം കണ്ടു. ഐ ആം ജസ്റ്റ് ടു ഡാം ഹാപ്പി. കുട്ടിക്കാലം തൊട്ട് സ്പൈഡർമാനെ കണ്ടു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, ആബ്സല്യൂട്ട് പീക്ക് സിനിമ. ഇനി വരാനിരിക്കുന്ന MCU പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഹൈപ്ഡ് ആണ്. എന്താവും ഏതാവും എന്നുള്ളത് ഇനി വരുമ്പോൾ കണ്ടറിയാം. എനിവേ മാൻ, ജസ്റ്റ് 10 out of 10, ഒന്നും പറയാനില്ല. ജസ്റ്റ് 10 out of 10. ജസ്റ്റ് വൺ ഓഫ് ദി എന്നല്ല, ദ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി. എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. സ്പൈഡർമാൻ ഫാൻ ആണോ? ഒബ്വിയസ്ലി തിയേറ്ററിൽ പോയി കാണാം. ഡു നോട്ട് മിസ് ഇറ്റ്. സ്പൈഡർമാൻ ഫാൻ അല്ല ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് വാച്ച് ഇറ്റ്. വെർത്ത് ആണ്. പിന്നെ കമ്പാരിസൺസ്, എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ച് ഇന്നതുണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും എന്നുള്ളത് വെച്ച് പോകുന്നതിന് ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് പടം കാണാം. സത്യം പറയാൻ എനിക്ക് ഇനി എന്താ പറയണമെന്ന് അറിയില്ല. ഞാൻ ഇനിയും സംസാരിച്ച കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് റിവ്യൂ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് ഇനി അടുത്ത സിനിമയും ഓരോ സിനിമകളും ഇനി വർഷം വരുന്നുണ്ട്.
ഇനിയും ഓരോ സിനിമകളുടെ റിവ്യൂ, ഇനിയിപ്പോൾ റിയാക്ഷൻസ് വരുമ്പോൾ റിയാക്ഷൻ ചെയ്യാത്തതിന്റെ മെയിൻ കാരണം ഇവിടെ കോപ്പിറൈറ്റ് സ്ട്രൈക്കും പ്രശ്നങ്ങളും കിട്ടണോണ്ടാണ്. ചാനൽ ചെറുതാണ്, ചാനലൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം. അല്ല, അതിനിടയിൽ വല്ലതും നല്ലത് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തായാലും റിയാക്ഷൻ ചെയ്യാനൊക്കെ ആയിട്ട്. എനിവേ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ.